നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ, ഈ മരണം സ്ഥിരീകരിച്ചു. ഈ ഇത്രമാത്രം ഒരു ഗുരുതരാവസ്ഥയിൽ നമുക്കത് പ്രതീക്ഷയ്ക്ക് വകയില്ലായിരുന്നോ ആ കുട്ടിയുടെ കാര്യത്തിൽ? അതായത് നമുക്ക് നിപ്പ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആദ്യത്തെ ഒരു പേഷ്യന്റിന് വൈകിയായിരിക്കും കണ്ടുപിടിക്കുന്നത്. കാരണം ആ സംശയം നമുക്ക് വളരെ കുറവായിരിക്കും. ബാക്കിയുള്ള പനികൾ ഉള്ളത് കൊണ്ടും ഈ കുട്ടിക്കാണെങ്കിൽ പോലും ചെള്ളുപനിയാണ് ആദ്യം സ്ഥിരീകരിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നിപ്പ എന്നുള്ള അസുഖം കണ്ടെത്തിയത്. അപ്പൊ ആദ്യത്തെ ഒരു ഇച്ചിരി വൈകിയായിരിക്കും കണ്ടെത്തുന്നത്. അത് മാത്രമല്ല, ആ ഒരു വൈറൽ ലോഡ് കൂടുതലായതുകൊണ്ട് തന്നെ ആ വ്യക്തിക്കുള്ള ഇൻഫെക്ഷൻ വളരെ സിവിയർ ആകാൻ സാധ്യതയുണ്ട്. ഇന്നലെ നമ്മൾ TV സംസാരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, ഈ കുട്ടി വളരെ ക്രിട്ടിക്കലാണ്, അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. വളരെ വേദനയോടെയാണ് നമ്മൾ അറിഞ്ഞത്. വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു കുട്ടിയാണ്, നമ്മുടെ നാടിനെയൊക്കെ വളരെ വിഷമത്തിലാക്കിയ ഒരു വാർത്തയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വ്യക്തിയുമായി കോണ്ടാക്ട് വന്ന അല്ലെങ്കിൽ ആ കുട്ടിയുമായി കോണ്ടാക്ട് വന്ന ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് പനിയോ ശ്വാസം മുട്ടലോ, അതുപോലെ ശക്തമായ തൊണ്ടവേദന, കഴുത്ത് മടക്കുമ്പോൾ വേദന വരുന്ന രീതിയിലുള്ള, അതുപോലെ നെക്ക് സ്റ്റിഫ്നെസ് എന്ന് പറയും, അതുപോലെ ഛർദിലുണ്ടാവുക, ഇതിലേതെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വീണ്ടും നിപ്പ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ആദ്യം തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഈ സമയത്ത് പറയണം എന്നൊരു കാര്യമാണ്, നമ്മൾ ഈ നിപ്പ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ നിപ്പയ്ക്ക് ആവശ്യമുള്ള മരുന്നുകൾ സർക്കാർ സ്റ്റോക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ അസുഖം വന്നതിന് ശേഷമല്ല നമ്മളിത് അന്വേഷിക്കേണ്ടത്, അതിന് മുമ്പ് തന്നെ ഈ ഒരു ഡോക്ടർ, ഇതിന് ഒരു പ്രത്യേക മരുന്നുണ്ട്. നമ്മൾ സിംറ്റംസിനല്ലേ ട്രീറ്റ്മെന്റ് എടുക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അതിന് പുതിയ കുറെ കണ്ടുപിടുത്തങ്ങൾ വന്നതിന്റെ അകത്ത് മോണോക്ലോണൽ ആന്റിബോഡീസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിന്റെ സിംറ്റംസ് കുറയ്ക്കാമെന്നുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഒരു റെംഡെസിവിർ എന്നുള്ള ഒരു മരുന്നുണ്ട്, അതുപോലെ റൈബാവാരൻ എന്നുള്ള മരുന്നുകളൊക്കെ ക്ലിനിക്കൽ ട്രയലിൽ നടന്നുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ്. നമുക്കൊരു വ്യക്തി മരണപ്പെടുന്നതിനെയും കാട്ടും നമുക്ക് ഈ മരുന്നുകൾ കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ്. പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള നിപ്പ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൊടുക്കുന്ന മരുന്നുകളാണ് റെംഡെസിവിറും അതുപോലെ തന്നെ റൈബാവാരനും. പിന്നെ അത് കൂടാതെ ഒരു പുതിയ മരുന്നുണ്ട് M102.4 എന്നുള്ളത്. അത് ക്ലിനിക്കൽ ട്രയലാണ്, ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പക്ഷെ മറ്റ് മരുന്നുകൾ ഈ പറഞ്ഞ റെംഡെസിവിറും റൈബാവാരനും നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് മോണോക്ലോണൽ ആന്റിബോഡി, ഇപ്പം മന്ത്രി അത് എത്തിച്ചെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. പക്ഷെ അത് നേരത്തെ അവൈലബിൾ ആയിരിക്കും. ആന്റിബോഡി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞതായിരിക്കുമോ? യെസ്, ആണ് മോണോക്ലോണൽ ആന്റിബോഡി എന്ന് പറയുന്നത്. അത് തന്നെയാണ്, സെയിം മെഡിസിൻ ആണ്. അത് നേരത്തെ എത്തിച്ചു വെക്കേണ്ടതാണ്. കാരണം നമുക്ക് ഇനിയുള്ള ഒരു ഇനി ഇടയ്ക്ക് ഇതുപോലെ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇതിപ്പോ 6ാമത്തെ വട്ടമോ 5ാമത്തെ വട്ടമാണ് നമുക്ക് വരുന്നത്. അത് ഇനിയും വരാൻ സാഹചര്യമുണ്ട് വല്ലപ്പോഴും. ഇങ്ങനെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ആന്റിബോഡി ആണോ? അതിനൊരു എക്സ്പയറി നമുക്കിത് വെക്കാൻ പറ്റും. ഇപ്പം ഞാൻ UAയിലും വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇന്ത്യയിലും വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് UAയില് ഞാൻ ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റലാണ്, അവിടെ ഈ മരുന്ന് അവൈലബിൾ ആണ്. നമ്മളിവിടെ അതുപോലുള്ള കേസുകൾ വരുവാണെങ്കിൽ ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അധികം മരുന്ന് നമുക്കില്ല, നമുക്ക് 5ഓ 6ഓ വയൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനത്തെ കേസുകൾ വരികയാണെങ്കിൽ നമുക്കത് കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഈ സമയത്ത് നമ്മുടെ രോഗികൾ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതങ്ങനെ കോവിഡിനെ പോലെ വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന ഒരു അസുഖം അല്ലെങ്കിൽ പോലും നമ്മൾ പഴങ്ങൾ കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഈ വവ്വാലുകളോ അല്ലെങ്കിൽ പക്ഷികൾ കടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. പഴങ്ങളും പച്ചക്കറികളും ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്, അതിന് പകരം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാം. അതിന് പകരം ഒരു 30 ml വിനീഗർ സൊല്യൂഷൻ്റെ അകത്ത് ഈ പഴങ്ങളെല്ലാം മുക്കി വെച്ച് നല്ലവണ്ണം കഴുകിയതിനു ശേഷം വേണം കഴിക്കാൻ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈകളാണ് ആഹാരം കഴിക്കുന്നത്. കുട്ടികളോട് പറയാം, അതിപ്പോ ഒരു പലപ്പോഴാവാം അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് ആവാം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും എന്തായാലും കഴിക്കുന്നത്. ഡോക്ടറെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കൊരു മുൻകരുതൽ എന്നുള്ള സംഭവം ആവശ്യമാണ്. ഈ മുൻകരുതൽ പ്രധാനമായും പഴങ്ങൾ, ഇപ്പൊ ഒരു ബൈറ്റ് വവ്വാലിന്റെയോ പക്ഷിയുടെ എന്തോ ആവട്ടെ, ഒരു ബൈറ്റ് കണ്ടാൽ അത് നമുക്ക് ഒഴിവാക്കാം. പഴം അതല്ല, അതിനുമപ്പുറം നമ്മൾ എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് എന്ത് ലായനിയിൽ മുക്കി വെച്ചിട്ട് കഴുകണമെന്നാണ്? വിനീഗറിൽ. ഓക്കെ, വിനീഗർ ഇതിനൊരു പ്രതിരോധമാണല്ലേ? വിനീഗർ നമുക്കൊരു 30 ml, അതായത് ഒരു 85 മുതൽ 95% വരെ നമുക്ക് വൈറസിനെ കൊല്ലാനായിട്ട് കഴിയും. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഒരു 30 ml വിനീഗർ ഒരു 1 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്ററിലോട്ട് ആഡ് ചെയ്തതിനു ശേഷം ഈ പഴങ്ങളെല്ലാം മുക്കി വെച്ചതിന് ശേഷം നല്ലോണം വാഷ് ചെയ്യുക. അപ്പൊ അത് നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇതിന് വൈറസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തൊലി കളയാൻ പറ്റുന്ന സാധനങ്ങൾ, ഇപ്പൊ മാങ്ങ പോലുള്ള സാധനങ്ങളൊക്കെ തൊലി കളഞ്ഞിട്ട് വേണം കഴിക്കണം. കാരണം കുട്ടികൾക്ക് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ധാരാളം വരുന്നുണ്ട്. ഇപ്പൊ ഒത്തിരി കുട്ടികൾക്ക് വൈറ്റമിൻ സി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തിക്ക് അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വൈറൽ അനുഭവം വന്നാൽ നമ്മുടെ പ്രതിരോധ ശക്തി കുറയാതിരിക്കാനും ഫ്രൂട്ട്സ് ഉണ്ടാകുന്നതാണ്. അപ്പൊ ഫ്രൂട്ട്സ് ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്, അത് തെറ്റായ ഒരു അഡ്വൈസ് ആയിരിക്കും ഞാൻ നൽകുകയാണെങ്കിൽ. പക്ഷെ നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് കഴിക്കുക, ഈ രീതിയിൽ ക്ലീൻ ചെയ്ത് തൊലി കളഞ്ഞതിന് ശേഷം കഴിക്കും. പിന്നെ പനിയുമായിട്ട് കോണ്ടാക്ട് ഉള്ള വ്യക്തികൾ N95 മാസ്ക് ധരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഡോക്ടർ ഡാനിഷ് സലീം പ്രതികരിച്ചതിന് ഇപ്പോൾ മന്ത്രി വീണ ജോർജ്